ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മൾ ഇന്നൊരു മിനി ഡ്രാമയാണ് കാണാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ബോസ് എംപ്ലോയി പ്രണയമാണ് കേട്ടോ കഥയെന്ന് പറയുന്നത്. നല്ലൊരു രസകരമായ ഒരു സ്റ്റോറിയാണിത്. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വലിയ കമ്പനിയിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ഹീറോയിൻ വന്നിരിക്കുന്ന സമയത്ത് ഒരാൾ നിന്നിട്ട് നമ്മുടെ ബോസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബോസിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ ബോസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ചെയറിൽ ബോസ് ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും നേരെ ഹീറോയിനെ നോക്കുന്ന സമയത്ത് ഹീറോയിൻ്റെ മടിയിൽ ബോസ് നമ്മൾ ഈ ബാർ ഡ്രസ്സിലെ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിന് ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ കണ്ണ് തുറന്ന് എണീക്കുന്നതായിരുന്നു. അയ്യോ, ഇതേതാ ഈ ചെക്കൻ, അതും എൻ്റെ സ്വപ്നത്തിൽ, ഞാൻ ഇതുവരെ ഇവനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവനെ മറന്ന് സ്വപ്നത്തിനെ മറന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ ഓഫീസിലേക്ക് പോകാനായിട്ട് അവൾ റെഡി ആകുന്നുണ്ടായിരുന്നു. റെഡിയായിട്ട് ഓഫീസിലേക്ക് വരുന്ന സമയത്തും കുറച്ച്, അതായത് ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഒരു ബാത്ത് ഡ്രസ് ഇട്ടിട്ട് ഒരു പയ്യൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഈ പയ്യൻ എന്താ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നത്, ഇവന് നാണമില്ലേ, ഇവൻ ഇതിനു മുന്നേ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ്റെ കമ്പനി എന്ന് പറയുന്നത് ഈ വൈനൊക്കെ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ ഒരു കമ്പനിയായിരുന്നു കേട്ടോ. ഇപ്പോൾ അവരുടെ കമ്പനിയിലേക്ക് പുതിയൊരു ബോസ് വന്നിട്ടുണ്ടായിരുന്നു. പുതിയ ബോസ് വന്നതുകൊണ്ട് തന്നെ എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഒരു വലിയ ലക്ഷറി ഹോട്ടലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അന്നേരം അവളുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, നീ നോക്കിയേ, നമ്മുടെ ഇപ്പോഴത്തെ ഈ ബോസ് എന്ത് തങ്കപ്പെട്ട മനുഷ്യനായല്ലേ. മുന്നേ ഉണ്ടായിരുന്ന ബോസ് ഉണ്ട്, ആ റോഡിൽ വല്ല പെട്ടിക്കടയിലും കൊണ്ടുപോയാലായി. പക്ഷേ ഇയാൾ നോക്കി ഇത്രയും വലിയ ഹോട്ടലിലേക്ക് നമ്മളെ കൊണ്ടുവന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിച്ചിട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഇവൾക്ക്. ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവളുടെ മാനേജർ വന്ന് പറയുന്നുണ്ട്, നമ്മുടെ ആ വൈൻ്റെ സാമ്പിൾസ് ഇല്ലേ, അതെല്ലാം പെട്ടെന്ന് എടുത്തിട്ട് വാ, ബോസിന് അതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ടായിരുന്നു. അയ്യോ സാർ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ ഇതിൽ കഴിച്ചിട്ട് പോരെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ബോസ് അവിടെ ചൂടാകും, പെട്ടെന്ന് എടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് വിശപ്പ് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ബോസ് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൾ ആ വൈൻ്റെ സാമ്പിൾസ് എല്ലാം കൊണ്ടുവന്ന് വെക്കേണ്ട ടേബിളിലേക്ക് വെച്ചിട്ട് അവൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓരോ വൈൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അത്രയ്ക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ ഇഷ്ടപ്പെടാതെ വരുന്ന വൈനെല്ലാം ഡസ്റ്റ്ബിന്നിലേക്ക് എടുത്ത് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ടിട്ട് ലാസ്റ്റ് നമ്മുടെ ഹീറോയിൻ ഉണ്ടാക്കിയ ഒരു വൈൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതും ഇതുപോലെയുള്ള വൈനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് നോക്കാതെ അവനെ ആ ഡസ്റ്റ്ബിന്നിലേക്ക് ഇടാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഹീറോ അത് കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. താൻ ആരാടാ, എത്ര ധൈര്യം ഉണ്ട് കേട്ടാ, തൻ്റേതല്ലാത്തൊരു സാധനം ഇങ്ങനെ വലിച്ചെറിയാനായിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. അന്നേരം ഹീറോ പറയുന്നുണ്ട്, അല്ല, ഇത്രയും വൈൻ ഇവിടെ ഇരിപ്പുണ്ട്, അതെല്ലാം ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും അത്ര രുചിയായിട്ട് എനിക്ക് തോന്നിയില്ല, അപ്പോൾ പിന്നെ ഇതും അങ്ങനെ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇതും വലിച്ചെറിഞ്ഞെന്ന് പറയുന്നുണ്ടായിരുന്നു. ഉടനെ അവൾ പറയുന്നുണ്ട്, ഒരു സാധനവും ടേസ്റ്റ് ചെയ്ത് നോക്കാതെ എങ്ങനെ അറിയാൻ പറ്റുന്നത്, താൻ അതിൽ നിന്ന് കുടിച്ചു നോക്ക്, അപ്പോൾ അറിയാവുന്ന ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളതെന്ന് പറഞ്ഞിട്ട് പിന്നെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്തായാലും അവനത് പിന്നെ കുടിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. ഇവരങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ആ മാനേജർ വന്നിട്ട്, അയ്യോ ബോസ്, എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് ഇയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു നമ്മുടെ ഹീറോയിൻ അറിയുന്നത് ഇതാണ് ഇവളുടെ പുതിയ ബോസ് എന്നുള്ള കാര്യം. പക്ഷെ അത് അവളുടെ മനസ്സിനെ വല്ലാണ്ട് തളർത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒന്ന് കൂടാവാൻ വേണ്ടിയിട്ട് അവൾ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടിയിട്ട് എന്തൊക്കെയോ പിച്ചും പയും പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ജോലി രാജിവെച്ച് പോയാലോ, പുതിയ ബോസിനെ ഒട്ടും സഹിക്കാനായിട്ട് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒന്ന് രുചിച്ചു നോക്കാതെ ആ വൈനയ്ക്ക് എങ്ങനെ ഇയാൾക്ക് വലിച്ചെറിയാനായിട്ട് തോന്നിയത്. അപ്പം അയാളുടെ മനസ്സെന്ന് പറഞ്ഞത് കരിങ്കല്ലായിരിക്കും. അങ്ങനെ ഒരു ക്രൂരനായ ഒരു മനുഷ്യൻ്റെ കൂടെ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്. എന്തായാലും ജോലി രാജിവെക്കുന്നത് തന്നെയല്ല നല്ലതെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് അവളുടെ കടങ്ങളൊക്കെ നോക്കി വരുന്നുണ്ടായിരുന്നു. അതെല്ലാം നോക്കുന്ന സമയത്താണെങ്കിൽ അതൊന്നും പറ്റത്തില്ല. ഇപ്പം എനിക്ക് കാശിന് നല്ല ആവശ്യമുണ്ട്. ഇത് കളഞ്ഞ വേറൊരു ജോലി എനിക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. എന്തായാലും കുറച്ച് ദിവസമെങ്കിലും കടിച്ചു പിടിച്ചൊന്നു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പുറകിലൊരു സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നത്. സംസാരിച്ച് കഴിഞ്ഞോ, അതും ഇനി വേറെ എന്തെങ്കിലും കൂടെ പറയാനായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഹീറോ. ഇവളാണെങ്കിൽ, അയ്യോ സാർ, അത് വേറൊന്നുമല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അവൾ ചാടി പിടിച്ചിങ്ങനെ മേളിലേക്ക് കയറുന്ന സമയത്ത് കാല് സ്ലിപ്പായിട്ട് തിരിച്ച് ആ സ്വിമ്മിംഗ് പൂളിലേക്ക് തന്നെ വീഴുന്നുണ്ടായിരുന്നു. നിറയെ വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ ബോധം പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഹീറോ അങ്ങനെ ഇവളെ താങ്ങി രക്ഷിച്ച് അവൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും അവളുടെ ബോധമൊന്നും തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് അവളുടെ ഫ്രണ്ട് ഇവളെ കോൾ ചെയ്തിട്ടുള്ളത്. അന്നേരമായിരുന്നു ഇപ്പോൾ താൻ ഹീറോയുടെ റൂമിലാണ് ഉള്ളതെന്ന് അവൾക്ക് മനസ്സിലായത് കേട്ടോ. ഉടനെ തന്നെ അവൾ എഴുന്നേറ്റ് ഓടി പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും എല്ലാവരും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഹീറോയെ ഫേസ് ചെയ്തിട്ട് ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷേ അവൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, അതായത് കോട്ട് സൂട്ടൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും ഹീറോയിൻ്റെ കണ്ണിൽ ഇവൻ ഈ ബാത്ത് ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നത്. അപ്പം തന്നെ പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാനേ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. എന്തായാലും തൻ്റെ കണ്ണിൽ മാത്രം എന്താ ഇത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നതായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട്
ആ സംശയം എന്തായാലും മാറ്റണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ അത് അവളുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ടായിരുന്നു. എടി, നിനക്ക് നമ്മുടെ ബോസിനെ കാണുമ്പോഴത്തേക്കും അയാൾ എന്ത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അയാൾ എന്ത് ഡ്രസ്സ് ഇടാനാ, കോട്ടും സൂട്ടും, വേറെ ഒന്നുമായിട്ട് എനിക്ക് തോന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇവളുടെ കാര്യം അവളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എടി അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വൈനെല്ലാം ടേസ്റ്റ് ചെയ്യുന്നത് നീയാണ്. ചിലപ്പോൾ പല രീതിയിലുള്ള വൈനൊക്കെ നീ കുടിച്ചതുകൊണ്ട് നിൻ്റെ തലയ്ക്ക് കിക്ക് പിടിച്ചിട്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. കുറച്ച് ദിവസത്തേക്ക് നീ അതൊന്നും ടേസ്റ്റ് ചെയ്യാതിരിക്കുക, അപ്പം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾക്കത് കേൾക്കുമ്പോൾ അതിലെന്തോ ഒരു കാര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും ഫ്രണ്ട് പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ട് അവൾ അറിയാണ്ട് ഉറങ്ങി പോകുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആരോ കോളിംഗ് ബെൽ വന്ന് അടിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഡോർ തുറന്ന് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ ഹീറോ ആയിരുന്നു കേട്ടോ. അവനെ കാണുമ്പോഴത്തേക്കും ഇവൾക്ക് വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു. സോറി കേട്ടോ, ഇന്നലെ രാത്രി എന്ന് പറഞ്ഞിട്ട് ഇവളെന്തോ പറയാനായിട്ട് വരുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് ഇന്നലെ രാത്രി ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ, പക്ഷേ ഇന്നലെ രാത്രി ഒന്നും നടന്നില്ല എന്ന് വെച്ചിട്ട് ഇന്നും എനിക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ്റെ കോട്ടൊക്കെ ഊരിയിട്ട് ഹീറോനെ പിടിച്ച് കട്ടിലേക്ക് കിടത്തി വല്ലാത്ത റൊമാൻറ്റിക്കായിട്ട് രീതിയിൽ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഇവനെ പിടിച്ച് തള്ളിയിട്ട് അയ്യേ നീ ഇതെന്താ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ ഇവളുടെ അടുത്തേക്ക് വന്നതെല്ലാം ഇവൾ ഇമാജിൻ ചെയ്ത കാര്യങ്ങളായിരുന്നു കേട്ടോ. അവൾക്കാണെങ്കിൽ അവളോട് തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇത്ര വൃത്തികെട്ട രീതിയിലാണോ ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത്, എനിക്കിതെന്താ ഈ സംഭവിക്കുന്നത്, ഇനി ഇതിനപ്പുറം ഈ ഹോട്ടൽ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവളിറങ്ങി ഓടുന്നുണ്ടായിരുന്നു. അന്നേരം ശരിക്കും നമ്മുടെ ഹീറോ ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തും ഇവൾക്കെന്തോ ഇവനിങ്ങനെ അടുത്തേക്ക് വന്നിട്ട് വല്ലാത്ത രീതിയിൽ ഇവിടെ ടച്ച് ചെയ്ത പോലെയൊക്കെ ഇവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി ഡാർലിംഗ്, നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ആ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നീങ്ങി പോകുന്ന സമയത്ത് പുറകിലൊരു ഏണി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ തട്ടി ഇങ്ങനെ വീഴാനായിട്ട് പോകുന്ന ടൈമിൽ പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ കയറി ഹീറോ പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഏണിയിൽ ചെറുതായിട്ടൊന്ന് തട്ടിയത് കൊണ്ട് തന്നെ അതിൻ്റെ മേളിലുണ്ടായിരുന്ന ഒരു ബോക്സ് നേരെ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഹീറോയിൻ്റെ മേലേക്ക് വീഴാനായിട്ട് വരുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് കയറി നിന്നിട്ട് അവൻ്റെ മുതുകിലായിരുന്നു അത് വന്ന് വീണിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര വേദന എടുക്കുന്നുണ്ടായിരുന്നു. പുറകു സൈഡിലായതുകൊണ്ട് തന്നെ ഇവനൊന്നും മര്യാദയ്ക്ക് സ്വന്തമായിട്ട് ഓയിൻമെൻറ്റ് ഇട്ടാനൊന്നും പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഇത് തന്നെ തക്കമെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവാനായിട്ട് നിൽക്കുന്ന സമയത്ത് നീ ഇതെവിടെ പോവാ, നീ കാരണമല്ലോ എനിക്ക് പിന്നെ അടി പറ്റിയത്, മര്യാദയ്ക്ക് ഒന്ന് ഓയിൻമെൻറ്റ് ഇട്ട് തരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവന് ഇങ്ങനൊരു അവസ്ഥയിൽ കാണാനായിട്ട് അവൾക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇട്ട് കൊടുത്തല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇവള് കണ്ണ് ഇറുക്കി പൂട്ടി വെച്ചിട്ട് ഓയിൻമെൻറ്റ് അവിടെ ഇവിടെയായിട്ടൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. മുറിവ് ഒരു സ്ഥലത്തും ഇവൾ ഓയിൻമെൻറ്റ് ഇടുന്നത് വേറെ പല സ്ഥലത്തുമായിരുന്നു കേട്ടോ. ഹീറോ ആണെങ്കിൽ ലാസ്റ്റ് തിരിഞ്ഞ് ഇങ്ങനെയോ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളോട് മര്യാദയ്ക്ക് ഓയിൻമെൻറ്റ് ഇടാൻ പറഞ്ഞിട്ട് അവൾ കണ്ണ് കെട്ടിയിട്ട് അവന് ഓയിൻമെൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊരു ഒന്നൊന്നര ഇടിയിലായിരുന്നു കേട്ടോ. ആ ഇടിയിലോട് കൂടെ അവന് നട്ടല് സഹിതം തവിട് പൊടിയായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഹീറോയ്ക്ക് മനസ്സിലായി ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഇവൻ ഇവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം അവളോട് പറയുന്നുണ്ട്, അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിൻ്റെ വൈൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ ഇടയ്ക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, എന്തായാലും അത് നൈസായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഇവനൊരു കാട്ടുമാക്കാനെ പോലെയാണ് തോന്നുന്നത് കേട്ടോ. പിറ്റേ ദിവസം അവൾ പിന്നെയും ഓഫീസിലേക്ക് വന്നിട്ട് വൈൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവിടേക്ക് ഹീറോ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഇവളോട് ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ടൈമിൽ അവൾക്ക് പിന്നെയും ആ പഴയ ഇമാജിനേഷനൊക്കെ വരുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവളുടനെ ഇത് നോക്കിയേ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ കൊന്നുകളയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് അയ്യോ ഇത്രയും നേരം ഒരു കുഴപ്പം അവൾക്കില്ലല്ലോ, ഓരോ ദിവസം കഴിയും തോറും ഈ പെണ്ണിതെന്താ വല്ല ക്രാക്കും വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സംശയത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ശരിക്കും തല വെട്ടിപ്പൊളക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ ഒരു ചിത്രം വാളിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണുന്ന മാനേജറാണെങ്കിൽ ഇതേ നോക്കിയേ നമ്മുടെ ബോസിന് പുതിയ ഫോട്ടോ ചെയ്ത് കാണാൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോയിലേക്ക് നമ്മുടെ ഹീറോ നോക്കുന്ന സമയത്തും അവളാണെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അന്നേരം ആ ഫോട്ടോയിലുണ്ടായിരുന്ന ഹീറോ ആണെങ്കിൽ ഇവളെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പെട്ടെന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ വായിലുണ്ടായിരുന്ന വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അത് നേരെ പോയി വീഴുന്നത് ഈ മാനേജറിൻ്റെ മുഖത്തായിരുന്നു കേട്ടോ. അയാളാണെങ്കിൽ അവിടെ നിന്ന് അലറി വിളിക്കുന്നുമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നേ ദിവസം രാത്രി നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എടാ എൻ്റെ ഓഫീസിലൊരു പുതിയ പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവളുണ്ടാക്കിയ വൈനാ ഇതിനെന്തോ വല്ലാത്തൊരു ടേസ്റ്റാണ്, ഞാൻ ഇതുപോലെ ഇത്ര അധികം ടേസ്റ്റുള്ള ഒരു വൈന് ഞാൻ രുചിച്ച് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനും അത് കൊടുക്കുന്നുണ്ടായിരുന്നു. അവനത് കുടിക്കുമ്പോൾ ഈ ശരിയാടാ നീ പറഞ്ഞാൽ എന്തോ ഒരു സത്യമുണ്ട്, ഈ വൈൻ കുടിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും നീ ഈ വൈൻ കുടിച്ച സമയത്ത് നിനക്ക് ആരെയാ ഓർമ്മ വന്നത്? അങ്ങനെ ചോദിക്കുന്ന ടൈമിൽ ഹീറോ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഓരോ തവണ കുടിക്കുന്ന സമയത്തും ഹീറോയ്ക്ക് ഹീറോയിൻ്റെ ഓർമ്മയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവനെങ്ങനെ അവളെ ഓർത്തിട്ട് ഇതെന്താ എനിക്കിതിങ്ങനെ ഓരോ തവണ കുടിക്കുമ്പോഴും അവളെ ഓർമ്മ വരുന്ന പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട് വന്ന് പറയുന്നുണ്ട്, എടാ മോനെ നിന്നെ ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലല്ലോ, എനിക്കെന്തോ
പോകെ പോകെ പതുക്കെ നിങ്ങൾ തമ്മിൽ സെറ്റാവുമെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് അത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വന്നിട്ട് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, എന്തായാലും ഈ വൈൻ ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യ്, നീ പോയി അവളുടെ അടുത്ത് ഇതിൻ്റെ റെസിപ്പി ഒന്ന് ചോദിച്ചു നോക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ വൈനൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് അത് കേൾക്കുമ്പോൾ അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇവൻ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഹീറോയിനും ഒരു ലിഫ്റ്റിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലിഫ്റ്റ് പെട്ടെന്ന് കേടാകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചാൽ അത് സ്റ്റക്കാവുമ്പോൾ തന്നെ രണ്ടുപേരും പേടിച്ച് പോകുന്നുണ്ടായിരുന്നു. ആ പേടിക്കലിൽ രണ്ടുപേരും പെട്ടെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം അങ്ങനെ നിന്നിട്ടായിരുന്നു അവർക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നത്. അന്നേരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടായിരുന്നു. എന്തായാലും ലിഫ്റ്റൊക്കെ ഒന്ന് ശരിയായി വരാനായിട്ട് കുറച്ചധികം സമയം എടുക്കുമല്ലോ. ആ ടൈമിൽ അവൾ കൊണ്ടുവന്ന കുറച്ച് സ്നാക്സ് ഹീറോയുടെ മുന്നിൽ വെച്ച് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവനിങ്ങനെ അവളോട് ചോദിക്കുന്നുണ്ട്, അതെ നീ ഉണ്ടാക്കുന്ന ആ വൈനില്ലേ, അതിൻ്റെ റെസിപ്പി ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, കുറച്ച് സമയമെടുത്ത് അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതി തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്താ, ലിഫ്റ്റ് ശരിയായി വരാനായിട്ട് കുറച്ചധികം സമയം എടുക്കുമല്ലോ, ആ സമയത്ത് നീ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞു പറഞ്ഞിട്ട് തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോ പിന്നെ അങ്ങോട്ടും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് അവനിങ്ങനെ അവളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ലിഫ്റ്റ് ഓപ്പൺ ആകുന്നുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ലിഫ്റ്റിനകത്ത് വെച്ച് എന്തോ ഭാഗ്യത്തിന് ആ ഇമാജിനേഷൻ അവൾക്ക് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പിന്നെ അത് വരുന്നുണ്ടായിരുന്നു. ഞാൻ പോകുന്നതാണോ നീ വിചാരിച്ചത്? നിൻ്റെ മുഖം കണ്ടാലറിയാം നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും വേണമെന്നാണ് നിൻ്റെ ആഗ്രഹം. നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഒരിക്കലും നിന്നെ ഇട്ടേച്ച് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോനോട് പറയുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ എൻ്റെ ദൈവമേ, ഞാൻ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണുന്നത് നല്ലത്, ഇതിനപ്പുറം എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ അച്ഛനെയും അമ്മയും കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ സ്ഥിരം എല്ലാ അച്ഛനമ്മമാരും ഈ പ്രായമായി നിൽക്കുന്ന മക്കളോട് പറയാറുള്ള സ്ഥിരം ഡയലോഗായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മോനെ, ഇത്ര പ്രായമായില്ലേ നിനക്ക്, ഇനിയും നീ എന്താ ഈ കല്യാണം കഴിക്കാതെ ഇന്ന് നടക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഒരു പെൺകുട്ടിയെ നീ നോക്ക്, കുറച്ച് ദിവസം ഒന്ന് ഡേറ്റ് ചെയ്യ്, അപ്പോഴത്തേക്ക് അറിയാലോ നിനക്ക് ആ ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യം. ഞങ്ങൾ ഇനി എത്ര വർഷം കൂടി ഇത് പറയാനാ? എന്തായാലും ഞങ്ങൾ കണ്ണടയുന്നതിന് മുന്നേ നീ ഒന്ന് കെട്ടിക്കണ്ടാൽ മതി എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ കാര്യമെല്ലാം നമ്മുടെ ഹീറോ അവൻ്റെ ഫ്രണ്ടിനോട് പറയുന്ന സമയത്ത്, എടാ ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ, ഞാൻ അത് ചെയ്യണമെന്നല്ല പറയുന്നത്, എന്നാലും ആ വൈൻ്റെ റെസിപ്പി അവൾ ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ലല്ലോ, ആ റെസിപ്പി എന്തായാലും പെട്ടെന്നൊന്നും അവൾ പറഞ്ഞു തരാനും പോകുന്നില്ല. ഒരു കാര്യം ചെയ്യ്, ആ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നീ കുറച്ച് ദിവസം അവളെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഒന്ന് അഭിനയിക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ അഭിനയിക്കുവാണെങ്കിൽ നമ്മുടെ കാര്യം എന്തായാലും പെട്ടെന്ന് നടക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് അത് കേൾക്കുമ്പോൾ ഇവൻ പറയുന്നതിലും ചെറിയ കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിലും അവളുടെ കാര്യങ്ങളെല്ലാം ആ ഫ്രണ്ടിനോട് പറയുന്നുണ്ടായിരുന്നു. അവളും നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് എന്താണോ പറഞ്ഞത് അതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എടി, നിൻ്റെ ലൈഫ് കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെട്ടതാക്കണമെങ്കിൽ നീ അവനെ അങ്ങ് സെറ്റാക്കി എടുക്കുന്നതല്ലേ നല്ലത്. അല്ല, വേറൊന്നും കൊണ്ടല്ല, ഈ വൈനിൻ്റെ കേസ് പറഞ്ഞ് ആകുമ്പോൾ അവൻ കുറച്ചുകൂടെ നിൻ്റെ മേലെ ഇൻട്രസ്റ്റ് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഓഫീസിൽ നല്ലൊരു പൊസിഷനിൽ എത്താനും പറ്റും. നിൻ്റെ വൈൻ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നീ ആഗ്രഹിച്ചതുപോലെ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനും ഇത് കേൾക്കുമ്പോൾ അതിലും എന്തോ ഒരു കാര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കുന്നത് രണ്ടുപേരുടെ ലൈഫിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവർ രണ്ടാളും പക്ഷേ ചെറിയ രീതിയിൽ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹീറോയിൻ എപ്പോഴൊക്കെ ഓഫീസിൽ വന്നിരുന്നാലും ഹീറോ ഇങ്ങനെ അവളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും അവളോട് റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നതായിട്ടൊക്കെ തോന്നുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നോക്കുമ്പോൾ നമ്മുടെ ഹീറോ നല്ല ഉറക്കമായിരുന്നു അവൻ്റെ ക്യാബിനിൽ കിടന്ന്. ഇത് തന്നെയാണ് അവസരമെന്ന് വിചാരിച്ചിട്ട് അവളെ നേരെ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഉമ്മ വെക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ വന്ന ഉമ്മ എങ്ങോട്ടോ പോവുമായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണ് രണ്ടും ഇറുക്കി അടച്ചു വെച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ ഉമ്മ വെക്കാനായിട്ട് വരുന്ന സമയത്ത് അവൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ഇവിടെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾ എന്നെ ഇപ്പോൾ ഉമ്മ വെക്കാനാണ് വരുന്നത്, ഞാനിതിനിങ്ങനെ കിടക്കുന്നത് കിട്ടിയ അവസരം പാഴാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവനും ഇങ്ങനെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. കണ്ണടച്ചിട്ടായിരുന്നു കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. ഹീറോയിൻ എന്തോ അവൻ്റെ അടുത്തേക്ക് വരും തോറും അവളുടെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ണു തുറന്നിട്ട്, ചേച്ചി ഞാനിതെന്താ ഈ കാണിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ഇവരെൻ്റെ ബോസല്ലേ, അത് മാത്രമല്ല അയാൾ നല്ല ഉറക്കത്തില്ല, അതിനിടയിൽ ഞാനിങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. ഇവൻ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ഹീറോയിൻ്റെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കമ്പനിയിലെ ആ മാനേജറില്ലേ, അയാൾ ഇതുപോലെ ഹീറോയിനോട് പറയുന്നുണ്ട്, അതെ നമ്മുടെ വൈനൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ, എൻ്റെ ജോലിക്കാർ ചെയ്യുന്ന വൈനൊന്നും ബോസിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ ജോലി എന്തായാലും പോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ജോലി പോയാലും സാരമില്ല, പക്ഷെ ഞാൻ എൻ്റെ മക്കളുടെ കാര്യം എങ്ങനെ നോക്കാനാണ്? ഈ വരുമാനം വെച്ചിട്ട് അവരുടെ പഠിപ്പും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നത്. ഈ ജോലി ഇല്ലാതായാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ സങ്കടം ഇവളോട് പറയുന്നുണ്ടായിരുന്നു. ഇത് ഇവൾ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട്, സാർ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, ഞാൻ ഉണ്ടാക്കുന്ന വൈൻ എന്തായാലും ബോസിന് നല്ല ഇഷ്ടമുണ്ട്, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ ഉണ്ടാക്കുന്ന വൈൻ്റെ ക്രെഡിറ്റ് സാറും കൂടെ എടുത്തോ, നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് ഈ വൈൻ ഉണ്ടാക്കുന്നതെന്ന് പറയാമെന്ന് പറയുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചൊരു മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ഈ വൈനിനെ പറ്റിയിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ടായിരുന്നു, ഇതുപോലൊരു വൈൻ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല എന്നും എന്ത് ടേസ്റ്റ് അത് കുടിക്കുമ്പോഴത്തേക്കും എന്തായാലും അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം പോകേണ്ടത് ഒരാൾക്ക് മാത്രമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ മാനേജർ, സാർ ഒരാൾക്ക് മാത്രമല്ല ഞാനും ഉണ്ട് ആ കൂട്ടത്തിൽ, ഞാനും അവളും കൂടെ ചേർന്നാ ഈ വൈൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ദേ നീ എന്നോട് കള്ളം പറയാനോ നിൽക്കണ്ടെന്ന് ഇയാൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഇയാളാണെങ്കിൽ അയ്യോ ബോസ് ഞാൻ കള്ളമല്ല പറഞ്ഞിട്ട് പറയുമ്പോൾ ഹീറോയിനും അല്ല സാർ അയാൾ പറയുന്നത് ശരി തന്നെയാണ്, ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്നിച്ചാണ് ഈ വൈൻ ഉണ്ടാക്കുന്നത് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വൈൻ ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് മാത്രമേ ക്രെഡിറ്റ് പോകാൻ പാടുള്ളൂ, അയാൾക്കൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരിക്കുന്ന ബാക്കി എല്ലാവരും ഈ മാനേജർ പറയുന്ന കാര്യമായിരുന്നു വിശ്വസിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാനേജർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയ്ക്കും വേറൊരു വഴിയില്ലായിരുന്നു. ഹീറോയിനും അത് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അവൾ അന്ന് ഓഫീസിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം തിരികെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഹീറോ അവളെ കാണുന്നുണ്ടായിരുന്നു. വന്നിട്ട് പറയുന്നുണ്ട്, അതെ എനിക്ക് നന്നായിട്ട് അറിയാം ആ വൈൻ ഉണ്ടാക്കുന്ന നീയാണെന്നുള്ളത്, പക്ഷേ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് നീ എന്തിനാ അയാളുടെ പേര് പറഞ്ഞ് ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാമോ ഹീറോയിന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ട് ഒരു പാർക്കിലെങ്ങാണ്ടാണ് പോകുന്നത്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ദേ നോക്കിയേ അതാണ് സാറിൻ്റെ മകളെന്ന് പറയുന്നത്. അയാൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് വൈനൊന്നും ശരിയാകാത്തത് കാര്യം സാറെങ്ങാണ്ടോ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നുള്ളത്. അയാൾ ഒരുപാട് വിഷമം പറഞ്ഞ് എന്നോട് വിഷമിച്ചിട്ടുണ്ട്. അവരുടെ മക്കളെ നോക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി വേണ്ടേ, എനിക്ക് ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി അതെവിടെയെങ്കിലും പോയി എനിക്ക് കിട്ടും സാരമില്ല, പക്ഷെ അയാളോ പെട്ടെന്നൊരു ജോലി കണ്ടെത്തുന്ന സമയം വരെയും ആ പിള്ളേരെ എങ്ങനെ നോക്കാനാണ്, കുറച്ച് ഞാൻ വിഷമിച്ചാൽ സാരമില്ല, എനിക്ക് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് അവൻ്റെ കുട്ടിക്കാലത്തൊരു കാര്യം ആലോചിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹീറോയുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയിരുന്നു കേട്ടോ. ഇവരിങ്ങനെ പിരിഞ്ഞത് കൊണ്ട് തന്നെ അവൻ്റെ അമ്മയാണെങ്കിൽ ഇവനെ ഒരു ഫാമിലിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് നമ്മുടെ ഹീറോയെ കൊടുക്കുന്നുണ്ടായിരുന്നു. കൊടുത്തിട്ട് നീ ഇനി മുതൽ ഇവരാണ് നിൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ്റെ യഥാർത്ഥ അമ്മ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഹീറോ എല്ലാ ദിവസവും തൻ്റെ അമ്മ തിരികെ വരുമെന്നും തന്നെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അത് അവൻ ആലോചിക്കും തോറും അവൻ്റെ മനസ്സിൽ, അതായത് കുഞ്ഞുനാളിൽ അവൻ്റെ മനസ്സിൽ അതിങ്ങനെ നീറുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ തൻ്റെ കൂടെ തൻ്റെ അമ്മയും അച്ഛനും ഇല്ലാതിരുന്ന് ആ വിഷമം ഒരിക്കലും ഇനിയുള്ള ഒരു പെൺകുട്ടികളും അനുഭവിക്കാനായിട്ട് പാടില്ല എന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോയിൻ ചെയ്ത ഒരു നല്ല കാര്യമായിട്ട് അവനും തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ഇത് തന്നെയാണ് അവസരമെന്ന് മനസ്സിലാക്കിയിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ വരുന്ന സമയത്ത് ഇവൻ എങ്ങോട്ടാണ് എടുത്ത് ചാടുന്നതെന്ന് ഹീറോയിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. സാർ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നമുക്കെന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് പോകാമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ നോക്കി പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അങ്ങനെ സ്ഥിരം വരാറുള്ള ഒരു സ്ഥലത്തേക്ക് ഹീറോയെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇവൻ അബ്രോഡ് ഇടക്കാലത്ത് പഠിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ വരെ അവനും ഇവിടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവനും ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ഇവക്കും ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരികെ നമ്മുടെ ഹീറോയിൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നു. വരുമ്പോൾ അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, എടി ഇന്നലെ ബോസ് ഈ ഓഫീസിൽ നിന്ന് പുറത്താക്കിയതാണല്ലോ, പിന്നെ ഇതെന്ത് പറ്റി ഇപ്പം ഇങ്ങോട്ട് വരാനായിട്ട് കാര്യം? ദേ ഉറപ്പായിട്ടും അയാൾക്ക് നിന്നെ എന്തോ ഒരു ഇഷ്ടം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മാങ്ങാ തൊലിയാണ്. അയാൾ എൻ്റെ കാല് വന്ന് പിടിച്ചാൽ പോലും അയാളെപ്പോലെ ഒരു ദുഷ്ടനെ എനിക്ക് പ്രണയിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെയോ നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ദേഷ്യം വരുന്നതോടൊപ്പം തന്നെ ഹീറോയിനോട് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു വെറുപ്പും തോന്നുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം ഓഫീസിലെ കാര്യപരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹീറോ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവളോട് എന്തെങ്കിലും കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോയും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവളിവനെ മൈൻഡ് പോലും ചെയ്യാതെ അടുത്തു നിന്നൊരു ചെക്കൻ്റെ ബൈക്ക് കയറി അങ്ങ് പോകുന്നുണ്ടായിരുന്നു. ഈ ബൈക്കുകാരനെ ഫോളോ ചെയ്ത് ഹീറോ പോകുന്ന സമയത്ത് രണ്ടുപേരും കൂടെ ഒരു അപ്പാർട്ട്മെൻറ്റ് താഴെ ബൈക്ക് നിർത്തിയിട്ട് മേലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനെ കുറിച്ച് കുറച്ച് മോശമായിട്ട് തന്നെ ഹീറോ വിചാരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇവള് ഓടിപ്പടച്ച്, അതായത് എന്തോ ഒരു ഫയൽ മറന്നു വെച്ചെന്നോ അത് എടുത്തിട്ട് വരാൻ ഹീറോ പറയുന്നുണ്ടായിരുന്നു. അതെടുക്കാനായിട്ട് അവൾ ഓടിപ്പടച്ച് അത് എടുത്തിട്ട് വരുന്ന സമയത്ത് അവൻ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ദേ ഓഫീസ് ടൈം എന്ന് പറയുന്നത് 8 മണിയാണ്. 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് തന്നെ ഓഫീസിലെത്തണം, അല്ലാതെ ഒരു 5 മിനിറ്റ് ലേറ്റായ ഇന്നേ ദിവസത്തെ പകുതി സാലറി കട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇടേണ്ടത്, ഇന്ന് നമുക്ക് ഒരു മീറ്റിംഗ് ഉള്ളതാണ്, മീറ്റിങ്ങിനിടയിൽ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇനി മെയിലിട്ടിട്ട് വരരുതെന്ന് പറഞ്ഞിട്ടും പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫിലിം ആക്ടറിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ടിന് എന്തോ ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് ഒരു ബൊക്കെയൊക്കെ ആയിട്ട് അവളോട് സംസാരിച്ചുകൊണ്ട് വന്നിട്ട്, ഡാർലിംഗ് ഇപ്പോൾ ഞാൻ നിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്, നീ വാതിൽ തുറക്കണോ അതോ ഞാൻ തുറക്കണോ എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കുന്ന സമയത്ത് ഈ റൂം വൃത്തിയാക്കാനായിട്ട് ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരാണെങ്കിൽ ചൂലൊക്കെ എടുത്ത് പൊക്കിയിട്ട് നീ ആരാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതെ
ഞാൻ ആ റൂമിൽ താമസിക്കുന്നത് പറഞ്ഞിട്ട് ഫാൻസുകാരൊക്കെ ഭയങ്കര ബഹളം എന്നെ കാണുമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ആരും അറിയാത്തൊരു റൂമിലേക്ക് ഞാൻ ഷിഫ്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പം എന്തായാലും നീ എന്നെ ഇവിടേക്ക് കാണാൻ വരണ്ടാന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അവൻ ആഗ്രഹിച്ച് വന്നല്ലേ അവളെ കാണുമെന്ന് പറഞ്ഞിട്ട് അതൊന്നും സാധിക്കാത്ത കാരണം തന്നെ അവനാണെങ്കിൽ അവനെ തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇവിടെ അതേ സെയിം ഹോട്ടലിൽ തന്നെ നമ്മുടെ ഹീറോ ഒരു ക്ലയൻറ്റുമായിട്ട് എന്തോ മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവരിത് എന്താണ് സംസാരിക്കുന്നുള്ളത് ഹീറോയിനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ഇവിടെ വന്നിട്ട് എത്തി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നോക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് കേൾക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവളുടെ ഫ്രണ്ടിന് ഈ മെസ്സേജൊക്കെ അയച്ച് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു കൊടുക്കാനായിട്ട് ഈ ഫോണും പിടിച്ച് ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ ഫിലിം ആക്ടറിൽ അവൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് ഇവൾ ഈ ഫോൺ വെച്ചിട്ട് ഇവൻ്റെ ഫോട്ടോയാണ് എടുക്കുന്നത് വിചാരിച്ചിട്ട് നീ ആരോട് ചോദിച്ചിട്ട് എൻ്റെ ഫോട്ടോ എടുക്കുന്ന പറഞ്ഞിട്ട് ഈ ഫോണിനെ പിടിച്ച് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ഫോട്ടോ എല്ലാം എടുത്തെന്ന് പറയുമ്പോഴും ഇവനത് വിശ്വസിക്കുന്നില്ല. അത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഫോൺ ഓൺ ആകുന്നുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മീഡിയക്കാരെല്ലാവരും തന്നെ ഇവരുടെ ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഇവൻ നോക്കുമ്പോഴായിരുന്നു ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനെ പോലെ തന്നെയായിരുന്നു നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട്. ഒന്നാമതേ അവളടുത്ത് പോയാനോ ബർത്ത്ഡേ വിഷ് ചെയ്യാനോ ഒന്നും പറ്റാത്തതിൻ്റെ വിഷമത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീ എൻ്റെ ഗേൾ ഫ്രണ്ട് തന്നെയാടി എന്ന് പറഞ്ഞിട്ടൊക്കെ ഇവളുടെ ഈ വയറിലേക്ക് കൈയിട്ടിട്ട് ചേർത്ത് നിർത്തുന്നുണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഇവളെ ഭയങ്കരമായിട്ട് വല്ലാണ്ടാക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇനി ഇവളെ തന്നെ ശ്രദ്ധിച്ചിട്ട് ചിലവരൊക്കെ ഫോട്ടോസും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഇവൾക്ക് ഒരു പഴയ കാര്യം ഓർമ്മ വരുന്നുണ്ടായിരുന്നു. പണ്ട് ഇവൾ സ്കൂളിൽ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് ബാറിൽ ഇവളുടെ അച്ഛൻ കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന സമയം ഇവളായിരുന്നു അച്ഛനെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അച്ഛനെ വിളിക്കാനായിട്ട് ബാറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോൾ തന്നെ ഇവൻ ഈ പറയുന്നതിനും ചെയ്യുന്നതിനൊന്നും പ്രതികരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പേടിച്ചിട്ടാണോ നാണം കെട്ടിട്ടാണോ അവൾ വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവൻ്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ഓടിപ്പോകുന്ന സമയത്ത് ഇവൾക്ക് ഭയങ്കരമായിട്ട് ശ്വാസവും മുട്ടുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന ഹീറോയും ഇവരുടെ പുറകെ പോകുന്നുണ്ട്. നീ ഓക്കെ ആണോ, നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടേക്ക് ഈ ഫിലിം ആക്ടറും വരുന്നുണ്ടായിരുന്നു. ഇവനിവിടെ വന്നതിൻ്റെ വേറൊരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ വൈനില്ലേ ആ വൈനിന് വേണ്ടി ഒരു ആഡ് ചെയ്യണമായിരുന്നു. അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എന്തോ ഒരു കാര്യത്തിൽ അവനത് പറ്റത്തില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോയിനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഈ ചെക്കൻ വന്നിട്ട് അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് എന്നെ ഇഷ്ടമാണല്ലേ, എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് നീ എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ സമയത്ത് നീ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം നേടിയെടുക്കാനായിട്ടുണ്ടായിരുന്നു. നീ വേറൊരു രീതിയിലും ചിന്തിക്കേണ്ട, കുറച്ച് ദിവസത്തേക്ക് എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് നിനക്ക് അഭിനയിക്കാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് നീ ആരോട് എങ്ങനെയൊക്കെ ചോദിക്കുന്നത്, നിനക്ക് എത്ര ധൈര്യമുണ്ട് ഈ പരിചയമില്ലാത്ത ഇവളോട് ഇങ്ങനെയൊക്കെ ചോദിക്കാനെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, അതെ നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്, എനിക്ക് സമ്മതമാണ് ഗേൾ ഫ്രണ്ട് ആയിട്ട് ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിലൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. ഞാൻ അങ്ങനെ അഭിനയിക്കുവാണെങ്കിൽ നീ എൻ്റെ കമ്പനിയായിട്ട് ഒരു പ്രോജക്റ്റ് സൈൻ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവനും അത് ഓക്കെ ആയിരുന്നു. പക്ഷേ ഹീറോയ്ക്ക് മാത്രം ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഇവളിങ്ങനെ ഓഫീസിൽ വന്നിരിക്കുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട് വന്നിട്ട് പറയുന്നുണ്ട് എന്ത് പറ്റി, പഴയ ഇമേജിനേഷനൊക്കെ ഇപ്പോഴും വരാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നീ എന്നെ കളിയാക്കാതെ ഒന്ന് മിണ്ടാതിരിക്കാനായിട്ട് പറയുമ്പോൾ ഇല്ലടി, ഈ ഒരു പ്രായത്തിൽ അങ്ങനെയുള്ള ഇമാജിനേഷനൊക്കെ നമുക്ക് വരും, പക്ഷേ നിനക്കെന്തോ അത് കുറച്ച് ഓവറാണെന്നേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ നിനക്കത് വരുന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോഴും തലയാകെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ദിവസത്തേക്ക് ഇവിടെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് അത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ പഴയതുപോലെ ആ ഇമാജിനേഷൻസ് ഒക്കെ അവൾക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഇവൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഓഫീസിൽ കിടന്ന് പിച്ചും പെയ്യുമായിട്ട് പറയുന്നുണ്ട്. അതായത് ഹീറോ ആദ്യമായിട്ട് കണ്ട കാര്യവും ആ സമയത്ത് തന്നെ ഇവൾക്ക് എന്തോ ഒരു മനസ്സിൽ സ്പാർക്ക് വീണ കാര്യവും നിന്നെ കാണാനായിട്ട് ഭയങ്കര ഗ്ലാമറാണ്, ഏതൊരു പെൺകുട്ടി കണ്ടാലും എന്നോട് ഇഷ്ടം തോന്നുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതേ സമയത്ത് തന്നെ ഇവൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഹീറോ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവളുടെ വിചാരം ഇവൾക്കിത് ഇമാജിനേഷനായിട്ട് വരുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, എപ്പം ഞാൻ കുടിച്ചാലും നീ എൻ്റെ മുന്നിൽ വരും, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നീ കുറച്ച് ഡീസൻ്റായിട്ടാണ് നിൽക്കുന്നത്, പക്ഷെ സാധാരണ നീ വരുമ്പോഴത്തേക്കും എൻ്റെ അവിടെയും ഇവിടെയും തൊടുന്നതും കുറച്ച് റൊമാൻറ്റിക്കായിട്ടൊക്കെ വന്ന് ഉമ്മ വെക്കുന്നതൊക്കെയാണ്. എന്തായാലും ഈ ഇമാജിനേഷനും ഒരു ഫീലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോധമില്ലാതെ പോയി സോഫയിൽ വീഴുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഇത് കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. എന്തായാലും ഈ ബോധമില്ലാതെ കിടക്കുന്ന ഇവളെ എടുത്തിട്ട് നേരെ ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നെ കിടത്തുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഉറക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ഹീറോ ഹോളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഇവളുടെ മനസ്സിൽ രാവിലെ ഇവനെ തന്നെയാണല്ലോ ഞാൻ ഈ കാണുന്നത്, എൻ്റെ പൊന്നു ദൈവമേ നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും കാണിക്കാനായിട്ടില്ലേ,
ഓഫീസിൽ പോകാൻ സമയമായെന്ന് പറഞ്ഞിട്ട് ഇവൾ റെഡി ആയിട്ട് പോകാൻ നിൽക്കുന്ന ടൈമിൽ ഇവൾ നെയ്ബറായിട്ടുള്ള ഒരു ചെക്കനാണെങ്കിൽ ഇവൾക്ക് എന്തോ കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൾ ഈ ഡോറ് തുറന്ന് ഇത് വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് അകത്ത് നിൽക്കുന്ന ഹീറോയെ ഇവൻ കാണുന്നുണ്ടായിരുന്നു. കൊള്ളാലോ നിൻ്റെ പുതിയ ചെക്കൻ, എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല മാച്ചിങ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ശരിക്കും നമ്മുടെ ഹീറോ അവിടെ വന്ന് നിൽക്കുന്നുള്ളത് ഇവൾക്ക് മനസ്സിലാകുന്നത് കേട്ടോ. എൻ്റെ ബോയ് ഫ്രണ്ടൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ പെട്ടെന്ന് വാതിലും അടയ്ക്കുന്നുണ്ടായിരുന്നു. നിങ്ങളിത് എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രിത്തെ കാര്യം നിനക്കൊന്നും ഓർമ്മയില്ലേ? കുടിച്ച് ബോധമില്ലാതെ കിടന്നതുകൊണ്ട് പാവമല്ലേന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്. രാത്രി തന്നെ ഞാൻ വീട്ടിൽ പോകാനായിട്ടായിരുന്നത്, പക്ഷെ നീ എന്നെ വിടാതിരുന്ന ഞാൻ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴോ തന്നെ ഇവൾക്കാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി ഓടിയാൽ മതിയെന്നായിരുന്നു. സാർ ഞാൻ ഓഫീസിലേക്ക് വരാം, സാർ ഇവിടുന്ന് പെട്ടെന്ന് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബാഗൊക്കെ അവിടെ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എടുത്തിട്ട് പെട്ടെന്ന് ഇവനെ തള്ളി വിടാനായിട്ട് നോക്കുമ്പോഴായിരുന്നു ആ ബാഗിൽ നിന്ന് ഇവൻ്റെ ഡയറി താഴേക്ക് വീണിട്ടുണ്ടായിരുന്നത്. അതിലൊരു പേജും ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് വായിക്കുമ്പോഴത്തേക്കും അതിൽ ഫുള്ള് നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ടുള്ള വർണ്ണനകളായിരുന്നു കേട്ടോ. അവൾക്കത് വായിക്കുമ്പോഴത്തേക്കും കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയിട്ടായിരുന്നു അവനത് എഴുതിയിട്ടും ഉണ്ടായിരുന്നത്. അതിലൂടെ തന്നെ ഇവന് ഇവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഇവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. കുറേ നാൾ ഇവളും കേൾക്കാനായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണല്ലോ അത്. അതുകൊണ്ട് തന്നെ ഇവളെന്തോ പരിസരം പെട്ടെന്ന് മറന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഉമ്മ വെക്കുന്നുണ്ടായിരുന്നു. ഇവനും ഇത്രയും നാൾ ആഗ്രഹിച്ച കാര്യമാണല്ലോ നടന്നത്, അതുകൊണ്ട് തന്നെ ഇവനും ഉമ്മ വെക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഇത്രയും നാൾ ഇതെല്ലാം ഇമാജിൻ ചെയ്ത് നടന്നിട്ടുള്ള ഒരു ഫീലിങ്സിൻ്റെ പുറത്ത് ഇവളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇവളായിട്ട് തന്നെ അഴിക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹീറോ പറയുന്നുണ്ട്, അതെ ഇത് എന്തായാലും ഇപ്പോൾ വേണ്ട, നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് പോകത്തില്ലേ, അപ്പോൾ മതിയെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിലും വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു, ചമ്മി നാണം കിട്ടതുപോലത്തെ ഒരു അവസ്ഥ. അതിനുശേഷം പിന്നെ ഫുൾ ടൈം ഇവളുടെ മനസ്സിൽ ഈ ഒരൊറ്റ കാര്യമായിരുന്നു വന്നു പോയിക്കൊണ്ടിരുന്നത്. ഓഫീസിൽ പോകുന്ന സമയത്ത് ഹീറോയുടെ ഫ്രണ്ടിൽ പോലും ഇവൾ പോകുന്നുണ്ടായിരുന്നില്ല. ഇവൻ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവൾ ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എണീക്കുന്ന സമയത്തും എല്ലാം ഞാനിത് എന്ത് പരിപാടിയാണ് കാണിച്ചത്, ഏത് നേരത്തോ അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് തോന്നിയത്, അവനെന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ ഇത്രയും ആഗ്രഹിച്ച് ഞാൻ അങ്ങോട്ട് പോയിട്ടും അവനെന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ പിന്നെ ഇവൻ്റെ അടുത്തേക്കേ പോകുന്നുണ്ടായിരുന്നില്ല. അതും മനസ്സിലാക്കിയ ഹീറോ എന്തായാലും ഇവളുടെ വീട്ടിൽ തന്നെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് നീ ഇത് എന്ത് വേണം ഈ കാണിക്കുന്നത്, അങ്ങനെയൊന്നും വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, ആ ഒരു കാര്യം മാത്രം ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത്, ബാക്കിയെല്ലാം നമുക്ക് ഇനിയും സമയം കിടപ്പുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൾ അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. നിനക്കെന്താ എന്നെ സംശയമാണോ? ഞാൻ ഉറപ്പായിട്ട് നിന്നെ കല്യാണം കഴിക്കും, അതിൽ നിനക്ക് യാതൊരു സംശയം വേണ്ടെന്ന് പറയുമ്പോൾ കല്യാണ കാര്യം പറയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ്റെ വാ പൊത്തുന്നുണ്ടായിരുന്നു. ദേവി ഇത് നീ ഈ കല്യാണക്കാരി മാത്രം എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു പാസ്റ്റ് ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുന്നേ നമ്മുടെ ഹീറോയിൻ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പണക്കാരനായിട്ടുള്ള ഒരു പയ്യനായിരുന്നു കേട്ടോ. പക്ഷേ അവരുടെ ആ റിലേഷൻ അവൻ്റെ വീട്ടിൽ അറിയുന്ന സമയത്ത് അവൻ്റെ അമ്മ വന്ന് ഹീറോയിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. ഇതുപോലൊരു മോശമായിട്ടുള്ളൊരു ഫാമിലി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണോ നീ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്, അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അങ്ങനെ എങ്ങാനും സംഭവിക്കുവാണെങ്കിൽ അത് നമ്മുടെ സ്റ്റാറ്റസിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ ഒരുപാട് മോശമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇവളുടെ അച്ഛനാണെങ്കിൽ എപ്പോഴും കുടിച്ച് ബോധമില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നൊരു മനുഷ്യനാണ്. ഇവളുടെ അമ്മയാണെങ്കിൽ ഇപ്പോൾ എവിടെയാണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി നിനക്ക് എങ്ങനെയാണ് സ്നേഹിക്കാനായിട്ട് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചീത്ത പറയുന്നതിനോടൊപ്പം അന്നത്തോടെ ഇവരുടെ റിലേഷനും അവിടെ അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് ആലോചിക്കുമ്പോൾ തന്നെ ഹീറോയിന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇതിനപ്പുറം ഹീറോയോട് സംസാരിക്കാനായിട്ട് അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവൾ തന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഹീറോ നേരെ അവൻ്റെ അച്ഛനോടും അമ്മയോടും വന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, നീ ഒരിക്കലും വിഷമിക്കേണ്ട, കുറച്ചുകൂടെ സമയം കൊടുക്കുക, അവൾക്ക് നിന്നെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. എന്തായാലും എപ്പോഴായിരുന്നിരുന്നാലും നിന്റെ സ്നേഹം അവൾ എന്തായാലും മനസ്സിലാവുമെന്ന് കൂടെ പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു വിഷമം ഉണ്ടെങ്കിൽ പോലും അവൾക്ക് കുറച്ച് സമയം കൊടുക്കാന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് ആ ഫിലിം ആക്ടറിലെ അവനും ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹീറോയിൻ ആണെങ്കിൽ ഈ പയ്യൻ വരുമ്പോൾ തന്നെ അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഹീറോയുടെ കമ്പനിയിൽ ഒരു പ്രോജക്റ്റ് അവൻ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഹീറോയ്ക്ക് അത് വലിയ സന്തോഷമൊന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവളാണെങ്കിൽ ഇവളുടെ ഫ്രണ്ടിനോട് പുറത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ടേബിളിലേക്ക് ഒരു ഫോൺ ഇങ്ങനെ പറന്ന് വന്ന് വീഴുന്നുണ്ടായിരുന്നു. ഈ ഫോണിൻ്റെ ഉത്ഭവസ്ഥാനം ഇത് എവിടെയാണെന്ന് പറഞ്ഞ് നോക്കി പോകുന്ന സമയത്തായിരുന്നു ഈ ചെക്കനല്ലേ, അതായത് ഈ ഫിലിം ആക്ടർ, ആ പയ്യനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഇവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, എടി ദേ ഇരിക്കുന്ന നിൻ്റെ ഫേക്ക് ബോയ് ഫ്രണ്ട്, അവൻ എന്തോ ഒരു വിഷമം ഉണ്ടെന്നാണ് തോന്നുന്നത്, എന്തായാലും നീ അതൊന്ന് പോയി ചോദിക്കാനായിട്ട് പറയുമ്പോൾ പിന്നെ ഞാൻ ചോദിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ തന്നെ എനിക്കൊരു 1000 പ്രശ്നങ്ങളുള്ളത്, അതിനിടയിൽ കൂടി ഇനി അവൻ്റെ കഥ കൂടെ എനിക്ക് കേൾക്കാനായിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഫ്രണ്ട് പെണ്ണ് ഇത് കാണുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ എപ്പം നോക്കിയാലും ഇവൻ്റെ ആ ഗേൾ ഫ്രണ്ടോട് ഇങ്ങനെ വഴക്കിട്ട് പ്രശ്നമായിരുന്നു കേട്ടോ. അതിനെ ചൊല്ലിയായിരുന്നു ഇപ്പോഴും കരഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് വന്ന് ഈ ഫോൺ തിരികെ കൊടുത്തിട്ട് വിഷമിക്കണ്ട കേട്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ശരിയാവുമെന്നും കൂടെ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ ഗേൾ ഫ്രണ്ട് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ തുള്ളിച്ചാടിയിട്ട് കോൾ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയിൻ ഇങ്ങനെ
ഭയങ്കരമായിട്ട് ഇവൻ അവോയ്ഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സങ്കടവും വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവളോട് അങ്ങോട്ട് പോയി സംസാരിക്കാനായിട്ട് അച്ഛനും അമ്മയും പറഞ്ഞ കാര്യം വെച്ചിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഈ ആക്ടറിലെ ആ പയ്യനെ വെച്ചിട്ട് എന്തോ സംസാരിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു ഇവൻ പെട്ടെന്ന് ഹീറോയിനുമായിട്ട് ചേർന്നിട്ടുള്ള ആ ഒരു കരാറില്ലേ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതെ, നീ അന്ന് ഓക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ ഇതിനെ പറ്റിയിട്ട് നീ എന്നോട് ചോദിച്ചിട്ടില്ല. അന്ന് പറഞ്ഞ വാക്കാണ് കേട്ടോ. നീ പറഞ്ഞതുപോലെ ഈ കമ്പനിയിലെ പ്രോജക്റ്റ് ഞാൻ സൈൻ ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം നീ സാധിപ്പിച്ച് തരണമല്ലോ. അത് കേൾക്കുമ്പോൾ തന്നെ ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട്, അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ കമ്പനിയിലുള്ള എല്ലാ കൊളീഗ്സും എനിക്ക് ഒരുപോലെയാണ്. അവരെ ആരെയും ഞാനിങ്ങനെ വിൽക്കാനായിട്ടല്ല ഇവിടെ ജോലി ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു കാര്യം മാത്രം നീ മാറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ താൻ പറഞ്ഞൊരു വാക്കാലെയാണല്ലോ ഇപ്പം ഈ ചെക്കൻ ഇവിടെ വന്ന് ഈ പ്രോജക്റ്റിന് സൈൻ ചെയ്തത്. അതിനെന്തായാലും ഇനി ഒരു മാറ്റം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് തയ്യാറാണെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇവൻ ആ ഓൺ ദ സ്പോട്ട് തന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇങ്ങനെ ഇവിടെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയിട്ട് ഓരോ റീലൊക്കെ എടുത്ത് അതും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവളോട് പറഞ്ഞാൽ ഇനി എന്തായാലും ചെയ്യത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ വേറൊന്നും പറയാനും പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൻ എന്തോ ഒരു ആഡിന് ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ കൂടെ അഭിനയിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആയിരുന്നു കേട്ടോ. അവൾക്കാണെങ്കിൽ ഒരു ബിക്കിനി പോലത്തെ ഒരു പന്ന ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് ഇതിട്ടിട്ട് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഇടാറില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ കമ്പനിയിലെ പ്രോജക്റ്റ് സൈൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ തന്ന വാക്ക് പാലിച്ചിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞ വാക്കും പാലിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവളോട് പറയുന്നുണ്ടായിരുന്നു. ഇവൾക്ക് വേറെ ഒരു വഴിയില്ലാതെ ആ ഡ്രസ്സും വെച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഹീറോ അവിടേക്ക് വന്നിട്ട് ഒരു ബാൻഡേജ് കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അവളുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം വരുന്നുണ്ടായിരുന്നു. രാവിലെ ഇട്ട ആ റീലിൽ ഞാൻ കണ്ടായിരുന്നു ആ ഹീൽ ഇട്ടിട്ട് എൻ്റെ കാല് മുറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബാൻഡേജ് മേടിച്ചിട്ട് വന്നത്. പക്ഷേ ഹീറോയിൻ്റെ മുഖം കാണുമ്പോഴത്തേക്കും ഇവനും ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിനക്ക് ഇതിൽ താല്പര്യമില്ലെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് വാ, നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ നേരെ ചെയറിലേക്ക് പോയിരിക്കുന്നുണ്ടായിരുന്നു. ഹീറോ പിന്നെയും ഇവളുടെ അടുത്തേക്ക് വന്നിട്ട്, അതെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയുമെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കാനായിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു. നീ എന്തിൻ്റെ പേരിലാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? നിനക്കറിയാലോ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം. അത് ഞാനിനി നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. അവൾ മുന്നേ സ്നേഹിച്ച ആ പയ്യൻ്റെ അമ്മയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇവളുടെ അച്ഛനില്ലേ, അയാൾ കുടിച്ചു ബോധമില്ലാതെ നടക്കുന്നത് കണ്ടിട്ട് അവളുടെ അമ്മ ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയതാ. അതുപോലെ തന്നെ മോളും കാണിക്കും. അതുകൊണ്ട് എൻ്റെ മോൻ ഇവളെ കളഞ്ഞിട്ട് നീ ഞാൻ പറഞ്ഞു തരാം നല്ല അന്തസ്സുള്ളൊരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണെ കല്യാണം കഴിക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവളെ കളഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഹീറോയിന് സഹിക്കാൻ പറ്റാത്ത വേദന തോന്നുന്നുണ്ടായിരുന്നു. ഇവൻ പിന്നെ ഇവിടെ നിന്നിട്ട് നീ ഇതെന്താ ഈ ആലോചിക്കുന്നത്, എന്ത് തന്നെ ആയിരുന്നിരുന്നാലും നിനക്കതെന്നോട് തുറന്നു പറയാമെന്ന് പറയുമ്പോൾ ദേവി ഇത് എന്നോട് ഇപ്പോൾ ഒന്ന് സംസാരിക്കരുത്. എല്ലാവരുടെ ലൈഫിലും ഒരു പാസ്റ്റ് ഉണ്ട്. പക്ഷേ എൻ്റെ ലൈഫിലെ പാസ്റ്റൊന്നും എനിക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റാത്തതാണ്. അത് ഞാൻ ജീവിക്കുന്നിടത്തോളം എന്നെ ഇങ്ങനെ വന്ന് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം എന്തായാലും എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. അതുകൊണ്ട് പ്ലീസ് നീ ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോ പിന്നെ അവിടെ നിന്ന് ഒന്നും സംസാരിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പോകുന്ന സമയത്തായിരുന്നു ഈ ആക്ടറിലെ ആ ചെക്കനാണെങ്കിൽ ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഹീറോയിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എടി എനിക്ക് ആ പെണ്ണിൻ്റെ അടുത്ത് വരുന്നത് പോലും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ പോകുന്നില്ല. അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഉമ്മ വെക്കുന്നു, എൻ്റെ ദേഹത്ത് കയറി പിടിക്കുന്നു. അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമേ ഇല്ല എന്ന് പറയുമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഹീറോയ്ക്കാണെങ്കിൽ അവനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ നേരെ വിട്ട് അവൻ ഇടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നതുണ്ടായിരുന്നു. ഇത് കണ്ട അവിടെ നിന്ന് എല്ലാവരും ഇവിടേക്ക് ഓടി വന്നിട്ട് പിടിച്ച് മാറ്റാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഹീറോയും അടങ്ങുന്നുണ്ടായിരുന്നില്ല, ആ ചെക്കനും അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഹീറോയിൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവർ മാറാത്തത് കാരണം അവൾ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് പുക സ്പ്രെഡാക്കുന്നുണ്ടായിരുന്നു. ഈ പുകയിങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ പരസ്പരം ആർക്കും ആരെയും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഹീറോ എങ്ങനെയോ ഇവളെ കണ്ടെത്തിയിട്ട് അവനെ അവിടെ നിന്ന് കയ്യിൽ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയിനും ഓടിപ്പോകുന്ന സമയത്ത് അവനാണെങ്കിൽ ഇവരെന്തോ വെഡിങ് ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്ന പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഫിലിം ആക്ടർ ആ പയ്യനെ കാണാനായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് കുറച്ച് ദേഷ്യത്തിൽ തന്നെ അവനോട് സംസാരിക്കുന്നുണ്ട്. എടാ നീ എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഇവിടേക്ക് വന്നത്? നീ കമ്പനി പ്രോജക്റ്റിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് വന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് പോകണം. അല്ലാതെ വെറുതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നീ ഇങ്ങനെ തൊലക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ കുറച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, കാര്യം വേറൊന്നുമല്ല, ഞാനും എൻ്റെ പെങ്കൊച്ചുമില്ലേ അവളാണെങ്കിൽ എപ്പോഴും വഴക്കാ. പഴയതുപോലെ ഒന്നും ഉള്ള ഒരു സ്നേഹവും അവൾക്ക് എന്നോടില്ല. അപ്പോൾ ഇവളുമായിട്ട് ഞാൻ സെറ്റാണെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ജലസ് അടിച്ചാലോ, അപ്പോൾ പിന്നെ പഴയതുപോലെ പിന്നെയാകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കണ്ട, പുറത്തെവിടെയെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ ആവശ്യമില്ലാധികം ഫുഡുണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവളാണെങ്കിൽ കുറച്ച് ഐഡിയാസൊക്കെ ഇവന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പഴയതുപോലെ നിന്റെ പെങ്കൊച്ചി ഇനിയും നിന്നോട് വന്ന് സംസാരിക്കുമെന്നും അതുപോലെ തന്നെ സ്നേഹിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഇവന് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പഴയതുപോലെ എല്ലാം സെറ്റാവുമല്ലേ, ഇത്രയും മതി, എനിക്കിത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ സൈക്കോ പോലെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ്റെ ഇങ്ങനത്തെ ഒരു സൈക്കോ തര കാണുമ്പോൾ തന്നെ ഇവൾക്കും ഇവന് ചെറുതായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഉണ്ടാക്കിയിരുന്ന ആ വൈനില്ലേ അത് ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനിയിലുള്ള സിഇഒമാരെ വിളിച്ചിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഈ വൈനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹീറോയിനും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഫംഗ്ഷനിലേക്ക് ഒരു ട്വിസ്റ്റ് ഇട്ടുകൊണ്ട് നമ്മുടെ ഹീറോയിൻ്റെ പഴയ കാമുകനില്ലേ അവനും അവൻ്റെ പുതിയ കാമുകിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവളിങ്ങനെ കാണുമ്പോൾ തന്നെ ഇവളെക്കുറിച്ച് മോശമായിട്ടൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയിൻ ആണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ചെയിൻ അവളുടെ കഴുത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട്, എന്താ ഡാർലിംഗ്, എന്ത് പറ്റി, നിന്റെ മുഖം എന്തെങ്കിലും വല്ലാണ്ടിരിക്കുന്നത്, ഇവൻ ആരാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഉടനെ ചെക്കൻ പിന്നെയും പറയുന്നുണ്ട്, കൊള്ളാലോ, ഇതേതാ പുതിയൊരാൾ, ഇത്രയും നാളെ ഞാൻ വിചാരിച്ചത് ആ ഫിലിം ആക്ടറിൻ്റെ കൂടെ ആയിരിക്കും നിന്റെ കാര്യപരിപാടി നോക്കിയാൽ, ഇപ്പോൾ നീ നിന്റെ ബോസിനെയും സെറ്റാക്കി എടുത്തല്ലേ, അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് നിന്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ കുറിച്ച് പിന്നെ മോശമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ഇത് കേട്ട് അടുത്ത് വരുന്നതുകൊണ്ട് അവരും ഇവളെക്കുറിച്ച് ഇങ്ങനെ കുശുകുശിനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീറോയിന് പഴയതുപോലെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിയിട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോ പെട്ടെന്ന് വന്നിട്ട്, നീ ഇതെന്ത് പണിയായി കാണിച്ചത്, എന്തായാലും അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ തമ്മിൽ പണ്ട് സ്നേഹിച്ചിരുന്നവരാണ്, എന്തോ കാരണത്താലും നിങ്ങൾ ബ്രേക്കപ്പായി, അപ്പോൾ അവൻ്റെ മുമ്പിൽ അവൻ നിന്നെ ഇങ്ങനെ മോശമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ സമയത്തും ഞാൻ അടുത്ത് വന്നപ്പോൾ നിനക്കതൊരു ധൈര്യം തോന്നിയിട്ട് ഇതിനൊക്കെ നല്ല മറുപടി തിരിച്ച് കൊടുക്കേണ്ടതിന് നീ അവിടെ നിങ്ങൾ എന്തിനാ ഓടിപ്പോന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഉടനെ ഇവൾക്ക് ദേഷ്യം വന്നിട്ട്, നിന്നോട് ആര് പറഞ്ഞു അവിടെ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഞാനൊരു കാര്യം പറയാം, എല്ലാവരുടെ ലൈഫിലും ഓരോ പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ എൻ്റെ ലൈഫിലും ഉണ്ട്. പക്ഷേ എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു റിച്ച് ആയിട്ട് ഒരാൾ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ട് ഇനി മേലിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോൾ നീ വരണ്ടാന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ മണ്ടിയോട് എങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നില്ലല്ലോ പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയിട്ട് ഇപ്പോൾ വഴക്കിന്മേത് വഴക്കുണ്ടാക്കിയിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ഫിലിം ആക്ടർ പയ്യനില്ലേ അവനാണെങ്കിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിലൊരു 10-30 തവണയെങ്കിലും ഈ ഫ്രണ്ട് പെൺകുട്ടിയെ വിളിച്ചിട്ട് അവൾ അങ്ങനെ പറയുന്നു, അവളിങ്ങനെ പറയുന്നു, ഞാൻ തിരിച്ച് എന്ത് പറയാനായിട്ടൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ലാസ്റ്റ് പ്രാന്ത് വരുന്നുണ്ടായിരുന്നു. ദേ നോക്കിയേ, എനിക്കിത് മാത്രമല്ല പണി, ഓഫീസിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, ദയവ് ചെയ്ത് നീ എൻ്റെ ജീവൻ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ അയക്കുന്ന മെസ്സേജിന് പോലും റിപ്ലൈ ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹീറോയിൻ്റെ അവസ്ഥയാണെങ്കിൽ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഹീറോയോട് അന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. അവൾക്കും അത് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഈ ഫ്രണ്ട് പെൺകുട്ടി പറയുന്നുണ്ട്, എടി അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്തായാലും ഇതിന് മുന്നേ കണ്ട പയ്യനെ പോലെ അല്ല അവൻ, പിന്നെ ഒരു കാര്യം, നിന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഏവനോ ഒരുത്തൻ ചെയ്തു വെച്ച കാര്യം വെച്ചിട്ട് നീ ലോകത്തുള്ള എല്ലാ ചെക്കന്മാരും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്, അതുകൊണ്ട് നീ അവനൊരു ചാൻസ് കൊടുത്തു നോക്ക്, ഒന്ന് സ്നേഹിച്ചാലല്ലേ അവൻ എങ്ങനെയാണെന്നുള്ളത് അറിയാനായിട്ട് പറ്റൂ, ഇതിപ്പോൾ നീ അതിന് പോലും ചാൻസ് കൊടുക്കാതിരുന്ന പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഇവൾ പറയുന്നത് എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായിട്ട് അവനോട് പോയി നൈസായിട്ട് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ പോകുന്നത്. അന്നേരം അവിടെ പുതിയൊരാൾ വരുന്നുണ്ടായിരുന്നു. ഹീറോയുടെ ഒരു ഫ്രണ്ട് പെൺകുട്ടിയായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ ഇവനോട് കുറച്ച് ചേർന്ന് നിന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട്, ഇതാരാ ഡാർലിംഗ്, എന്തായാലും ഇപ്പം നമുക്ക് തീരെ സമയമില്ല, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഒന്ന് പുറത്ത് പോകാനായിട്ട് നിൽക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഇത് കേൾക്കേണ്ട താമസം അവിടെ നിന്ന് ഒപ്പിയാണെങ്കിൽ പോകുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട്, നീ ഇതെന്ത് പണിയായി കാണിച്ചത്, എത്രയോ നാളത്തെ പിണക്കത്തിന് ശേഷം അവളൊന്ന് സംസാരിക്കാനായിട്ട് വന്നത്, അതിനിടയിൽ അവളുടെ സമാധാനം നീ കളഞ്ഞിട്ട് പോലെന്ന് പറയുമ്പോൾ, എടാ നീ എന്തിനാ ഇങ്ങനെ പാനിക്കാവുന്നത്, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, എന്തായാലും അവളുടെ മനസ്സിൽ ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി, ഇങ്ങനൊരു കാര്യം ഇളക്കി വിടുമ്പോൾ അവൾക്ക് ജലസടിക്കും, അപ്പോൾ പിന്നെ എന്തായാലും അവളായിട്ട് തന്നെ വന്ന് പറയുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കും അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ട് ഹീറോയിൻ പോയ വഴിയെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ അപ്പോഴും അമ്പിനും വില്ലിനും അടുക്കാതെ എന്തൊക്കെയോ തിരിച്ച് തർക്കുത്തരവും പറഞ്ഞിട്ട് ഒരു വഴക്കുണ്ടായിട്ട് അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഇവരുടെ ഓഫീസിൽ എന്തോ ഒരു കാര്യം വെച്ചിട്ട് ഇവർക്ക് പുറത്ത് പ്ലാൻസ് ഒക്കെ ഒന്ന് നോക്കാനായിട്ട് ഏതോ ഒരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു. അവിടെ പോകുന്ന ടൈമിൽ കുറച്ച് ദിവസം അവർ സ്റ്റേ ചെയ്യേണ്ട വരുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു ഹീറോയിനും കുറച്ചധികം മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ദേ നോക്കിയേ, നീ വിചാരിക്കുന്ന പോലെ എനിക്ക് നിന്നോട് യാതൊരു രീതിയിലുള്ള എതിർപ്പും വെറുപ്പും ഒന്നുമില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ഇതുവരെ കണ്ട് ആമ്പിള്ളേരെ പോലെയൊന്നും അല്ല നീ, പക്ഷേ എല്ലാവരുടെ മനസ്സിലും ഒരു പാസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നീ പറയുന്ന ഇഷ്ടം എനിക്കിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാതിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അന്ന് നിൻ്റെ അടുത്ത് കുറച്ച് അടുത്ത് പെരുമാറാനായിട്ട് നിന്ന സമയത്ത് നീ എന്തിനാ എന്നോട് പറഞ്ഞത് അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നുള്ളത്? അപ്പോൾ നീയും ചിലപ്പോൾ എന്നെ പ്രണയിച്ച് നടന്നിട്ട് എന്നെ കളഞ്ഞിട്ട് പോയാലോ, ആ പേടി കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കിയത്. ഒരു കാര്യം ചെയ്യ്, അത് നമുക്ക് നീട്ടിക്കൊണ്ട് പോകണ്ട, അത് നീ ബ്രേക്ക് ചെയ്യ്, പിന്നെയുള്ള കാര്യം പിന്നെയല്ലേന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളുടെ ഇമാജിനേഷൻസിലെല്ലാം ഹീറോ ആണ് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് റൊമാൻസ് ഒക്കെ കാണിക്കുന്നതെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഇനി ഇവൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റാതെ നേരെ ഇവള് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഓഫീസിൽ വരുന്ന സമയത്തും വീട്ടിൽ പോകുന്ന സമയത്തും എല്ലാം ഇവൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവന് ഇഷ്ടമുള്ള ഫുഡെല്ലാം ഇവൻ്റെ വീട്ടിൽ പോയി ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവൻ്റെ അടുത്തേക്ക് കുറച്ച് റൊമാൻസ് കളിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഡോർ തുറന്ന് 2 പേര് അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയുടെ അച്ഛനും അമ്മയായിരുന്നു കേട്ടോ.
അവരെ കാണുമ്പോൾ തന്നെ അവളാകെ വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ അവരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, അവർ ഇവളെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവളൊരു മാസ്ക് വെച്ച് വന്നിട്ട് ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നു പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഈ അമ്മയ്ക്കും അച്ഛനും മനസ്സിലാകുന്നുണ്ട് തൻ്റെ മകൻ സ്നേഹിത പെങ്കൊച്ച് ഇവളാണെന്നുള്ള കാര്യം. അങ്ങനെ അവനോട് പറയുന്നുണ്ട്, എടാ നിങ്ങളിങ്ങനെ വെച്ച് താമസിപ്പിക്കാതെ പെട്ടെന്ന് കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഇവിടെ കാണിക്കുന്നത് ഈ ആക്ടർ പയ്യനില്ലേ, അവനാണെങ്കിൽ പിന്നെയും കാമുകിയുടെ അടുത്ത് പിണങ്ങിയിട്ട് തലയ്ക്ക് സമാധാനമല്ലേ തരുന്നിട്ട് ആ ഫ്രണ്ട് പെങ്കൊച്ചിനെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് സഹിയായിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, എൻ്റെ ഓഫീസിൽ എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്, ഞങ്ങളുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ തപ്പി നടക്കുക, അതുകൊണ്ട് ഞാൻ നല്ല ബിസിയാണെന്നും ദേവി ഇതിനെ ശല്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. തൊട്ട് പുറകേന്ന് ഇവനാണെങ്കിൽ ഒരു ലൈവ് ഇടുന്നുണ്ടായിരുന്നു. അതാണെങ്കിൽ ഇവരുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൈവ് എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യണമെന്നും ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരൊറ്റ ലൈവോടുകൂടെ ഇതാണെങ്കിൽ ഭയങ്കര സെല്ലിങ്ങിൽ പോകുന്നുണ്ടായിരുന്നു. ഇത് കഴിയുമ്പോഴത്തേക്കും ഈ പെങ്കൊച്ച് ഇവൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നീ ആരോട് ചോദിച്ചിട്ട് ആ ലൈവ് പോയത്? നീ നോക്കിയേ, ആ ലൈവിന് നീ വല്ല കമ്മീഷനും ചോദിച്ചാൽ അത് തരാൻ പോലും ഞങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ട് അതും ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നതെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതൊന്നും നിന്നോട് ചോദിച്ചില്ലല്ലോ, അവൾ എന്നോട് പിണങ്ങി. അപ്പോൾ നീ എനിക്ക് വേറെ എന്തെങ്കിലും കൂടെ ഒരു വഴി പറഞ്ഞു തരാനായിട്ട് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നീ ഒറ്റ ഒരുത്തൻ കാരണം എൻ്റെ ഫ്രണ്ടിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. അവൾക്കാണെങ്കിലൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാവരും അവളിങ്ങനെ കുത്തി നോവിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുക. അതുകൊണ്ട് ഇതെല്ലാം നിൻ്റെ ഡ്രാമയാണെന്നും നീയും നിൻ്റെ കാമുകിയുടെ ഇടയിൽ പ്രശ്നങ്ങൾക്കിടയിൽ എൻ്റെ ഫ്രണ്ടിനെ നീയായിട്ട് കൊണ്ടിട്ടതാ, അതുകൊണ്ട് നീ തന്നെ ഇത് സോൾവ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞിട്ട് ഒരു ലൈവ് ഇടാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവനത് ചെയ്യുകയല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഞാനും എൻ്റെ കാമുകിയും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ അവളെ ഞാനായിട്ട് പിടിച്ചിട്ടതാ, അല്ലാതെ ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയിൻ്റെ പകുതി പ്രശ്നം പോയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് പുറകേന്ന് ഹീറോ ഒരു ലൈവ് ഇടുന്നുണ്ടായിരുന്നു. ഇതുപോലെ അവളുടെ നിരപരാധിത്വം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാനും അവളും ഉടനെ തന്നെ കല്യാണം കഴിക്കാനായിട്ടാണ് പോകുന്നുള്ളതാണ് കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ ആക്ടർ പയ്യനില്ലേ, അവൻ്റെ ലൈൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ഈ ഫ്രണ്ട് പെങ്കൊച്ചിനെ വിളിച്ചിരുത്തിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാൾ ഞാൻ അവളുടെ പുറകെ ഒരു പട്ടിയെ പോലും നടന്നിട്ടും എൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കിയില്ല. ഇപ്പോഴാണ് ഞാനൊന്ന് ശരിക്കും സന്തോഷവാനായിരിക്കുന്നത്. എൻ്റെ മനസ്സിലെ ഹാപ്പിനെസ് എന്താണെന്ന് നിന്നോട് പറയാൻ എനിക്ക് അറിയത്തില്ല. അത്രയ്ക്ക് സമാധാനവും സന്തോഷവും ഉണ്ട്. അതിനൊക്കെ കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാണ് കേട്ടോ. എന്തോ അവളോട് പറയേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ആശ്വാസം എന്ന് അറിയുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. കുടിച്ച് ലാസ്റ്റ് ഇവൻ ബോധമില്ലാതെ ഇവളുടെ മടിയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇവനിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഇവൾക്കും സങ്കടമാണോ സ്നേഹമാണോ എന്താണ് തോന്നുന്നത് അറിയത്തില്ല. എന്തായാലും അവൻ ഉണർത്താതെ പതുക്കെ അവനോടെ കിടത്തിട്ട് ഇവിടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ പ്രോഡക്റ്റൊക്കെ വമ്പൻ ഹിറ്റായതുകൊണ്ട് തന്നെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഹീറോയിനും ഈ ആക്ടർ പയ്യനും ഹീറോയിൻ്റെ ഫ്രണ്ടും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഫ്രണ്ട് പെങ്കുച്ചാണെങ്കിൽ ഈ ആക്ടർ പയ്യൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അവളങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് ഈ ചെക്കൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, നീ എന്നോട് സംസാരിക്കാനേ വന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നതാണല്ലോ എന്ന് പറയുമ്പോൾ ഇവളീ കുടിച്ച് ബോധമില്ലാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവനൊരു കാര്യം പറയുന്നുണ്ട്, ഇത് ഞാൻ നിന്നെ മുതലെടുക്കുന്നതാണെന്ന് നിനക്ക് തോന്നരുത്. എന്തോ എനിക്ക് നിന്നെ ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. ഞാനത് പറഞ്ഞാൽ ഞാനൊരു വൃത്തികെട്ട പെൺകുട്ടിയായിട്ട് നീ കണക്കാക്കുമോ ഒന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിതുപോലെയൊന്നും ആരോടും ഒരു സ്നേഹം തോന്നിയിട്ടില്ല. നിന്നോട് മാത്രം എനിക്കിപ്പോൾ അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. തനിക്ക് ഒരു വിഷമഘട്ടമായ ഒരു കാര്യം വന്നപ്പോഴത്തേക്കും ഇവളാണല്ലോ തന്നെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങോട്ടൊരിഷ്ടം തുറന്നു പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇവനത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ അവളുടെ ആ ഇഷ്ടം ഇവനും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനും കൂടെ കൈകോർത്ത് പിടിച്ച് നടന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ നടന്ന് നേരെ നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പോയിട്ട് ഇനി എന്തായാലും ഹണിമൂൺ വരെ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും റൊമാൻസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഹീറോയിൻ എന്ത് പറ്റി, ഇത്രയും നാളും അങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്ന് പറയുമ്പോൾ ഞാൻ മൂടായി വരുന്ന സമയത്ത് എന്തെങ്കിലും വെറുതെ വേണ്ടാത്തൊന്നും പറയുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ നേരെ ബെഡിലേക്ക് കിടക്കാനായിട്ട് വരുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ അവളുടെ അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ടെന്നും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതോടുകൂടി അവൾ അവിടേക്ക് ഓടി പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ഫ്രണ്ട് പെങ്കൊച്ചും ആ ഫിലിം ആക്ടറും കൂടെ ഇഷ്ടം തുറന്ന് പറഞ്ഞ് ഫസ്റ്റ് ഡേ തന്നെ നൈറ്റ് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ എണീക്കുന്ന സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു. തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുത്തനുമായിട്ട് ഇങ്ങനെ ഒരു റിലേഷൻ, അതും ഇതൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനോടൊന്നും പറയാതെ അവൾ ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല അവനിങ്ങനെ എപ്പോഴും വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കോളും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ദേഷ്യത്തിൽ അവൻ നേരെ ഇവളുടെ ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നു. നീ എന്താ ഫോൺ എടുക്കാത്തത്, അത് മാത്രമല്ല എന്നോടൊരു വാക്ക് പോലും പറയുന്നത് എവിടേക്ക് ഇറങ്ങി ഓടി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ദേവി ഇത് നീ എന്നോട് സംസാരിക്കരുത്, കാര്യം വേറൊന്നുമല്ല, ഇങ്ങനെ ഇന്നലെ സംഭവിച്ചത് നീ മറന്നു കളയണം. ഞാനും അത് മറന്നു.
ഞാൻ ഏണി വെച്ച് കയറിയാൽ പോലും നിൻ്റെ അത്ര രീതിയിൽ, അതായത് നീ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിലേക്ക് എത്താനായിട്ട് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നിൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും ചേർന്ന പെൺകുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബാക്കി കൊളീഗ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് സാർ ഒരു സെൽഫി എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് അതിനിടയിൽ ഒന്നും സംസാരിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അവരവരുടെ പ്രണയ ജീവിതം ഇങ്ങനെ ആഘോഷകരമാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും അവരിങ്ങനെ കിസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹീറോയിന് പിന്നെയും കോൾ വന്നിട്ട് തൻ്റെ അച്ഛന് എന്തോ പോലീസ് കേസൊക്കെ ആയിട്ട് അർജൻറ്റാന്ന് പെട്ടെന്ന് അവിടേക്ക് വരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഇതിലപ്പുറം ഒന്നും സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം അവളുടെ കാര്യമെല്ലാം ഹീറോയോട് തുറന്നു പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നിനക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകാത്തെന്നുള്ള കാര്യം? ഞാൻ ജനിച്ച അന്ന് മുതൽ എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, എപ്പോഴും കുടിച്ച് ബോധമില്ലാതെ. അയാൾ എന്നൊന്നും നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു നല്ല മെമ്മറിയായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അമ്മയെ ഞാൻ ശരിക്കും കണ്ട ഓർമ്മ പോലും എനിക്കില്ല. അതിൽ പിന്നെ ഞാൻ ജീവിച്ചതൊക്കെ ആരോടും എനിക്ക് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയില്ല. എവിടെ പോയിരുന്നാലും എൻ്റെ അച്ഛൻ കാരണം ഞാൻ അപമാനിക്കപ്പെട്ട് എല്ലാവരുടെ മുന്നിൽ ഒരു കോമാളിയെ പോലെ നിന്നിട്ടേ ഉള്ളൂ. അത് ഞാൻ പഠിച്ച സ്കൂളിലായിരുന്നിരുന്നാലും ജോലി ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലായിരുന്നിരുന്നാലും. അവസാനം അതിലൊക്കെ എനിക്കൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നത് ഞാൻ സ്നേഹിച്ച ആ ഒരു പയ്യനായിരുന്നു. പക്ഷേ അവൻ്റെ അമ്മയുടെ വായിൽ നിന്ന് ഞാൻ കേൾക്കേണ്ടി വന്ന വാക്കുകൾ പിന്നെ എന്നെ ഒരിക്കലും ഒരാളെ സ്നേഹിക്കാനോ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകാനോ തോന്നിക്കാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടും പല കാരണങ്ങളാൽ പറഞ്ഞിട്ട് ഞാൻ അവോയ്ഡ് ചെയ്തത്. ഇപ്പോൾ ഇങ്ങനെ ഒരാളെ നിനക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? എൻ്റെ ജീവിതം അവസാനം വരെയും അച്ഛൻ കാരണം ഞാനിങ്ങനെ നീറി ജീവിക്കേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചിട്ട് ഇപ്പോഴായിരുന്നു ഒന്ന് സ്നേഹമൊക്കെ തുറന്നു പറഞ്ഞിട്ട് അവരവരുടെ ലൈഫ് ഒന്ന് ഹാപ്പി ആക്കാനായിട്ടിരുന്നത്. പക്ഷെ അതിനിടയിൽ ഇങ്ങനൊരു കാര്യം വരുമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഹീറോ അവളെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ഒപ്പം ഒരു സ്ഥലത്തേക്ക് വരാമോ എന്ന് ചോദിച്ചിട്ട് അവൻ നേരെ അവൻ്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇപ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അയാളെ നോക്കാനായിട്ടൊരു ഡോക്ടറിനെ ഏർപ്പാടാക്കി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ ഇപ്പോൾ തുടങ്ങിയത് കൊണ്ട് തന്നെ അയാൾ ഏകദേശം ഓക്കെ ആയിരുന്നു കേട്ടോ. ഹീറോയിനോട് ആദ്യമായിട്ടായിരുന്നു അയാൾ മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മോളെ, ഈ അച്ഛനോട് നീ ക്ഷമിക്കണം. അച്ഛൻ നിന്നെ ജനിച്ച അന്ന് മുതൽ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ മദ്യപാനി ആയിരുന്നു. പക്ഷേ നിൻ്റെ അമ്മ കൂടെ ഒളിച്ചോടി പോയപ്പോഴത്തേക്കും എനിക്കത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിക്കണമായിരുന്നു, അവളങ്ങനെ പോയതിൻ്റെ കാരണക്കാരി നീയല്ല എന്നും നിന്നെ നോക്കേണ്ട കടമ എനിക്കുള്ളതാണെന്നും. ഞാനത് ഇതുവരെ ചിന്തിച്ചില്ല മോളെ. അച്ഛനോട് നീ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനുമായിട്ടുള്ള പ്രശ്നവും ഇപ്പം നമ്മുടെ ഹീറോയിന് അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ആക്ടർ പയ്യനാണെങ്കിൽ ഈ ഫ്രണ്ട് പെൺകുട്ടിയോട് സംസാരിക്കാതിരുന്നിട്ട് സമാധാനമില്ലാതെ അവളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അറിഞ്ഞിട്ട് നേരെ അവിടേക്ക് പോയിട്ട് അവളോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാനും ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് ജീവിച്ച് വളർന്നൊരു പയ്യനാ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതൊരിക്കലും നിൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടല്ല, നിൻ്റെ മനസ്സ് അത് മാത്രമാണ് എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് ഇപ്പം അവർ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഹീറോയുടെ അച്ഛനും അമ്മയ്ക്കും വർഷങ്ങൾക്ക് മുന്നേ ഒരു കൊച്ചുകുട്ടിയായിട്ട് സ്ഥിരം ചാറ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അവർക്കാണെങ്കിൽ ഇതുവരെയും ആ പെൺകുട്ടി ഒന്ന് നേരിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആൻറ്റി അങ്കിൾ, നിങ്ങളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതുപോലെ എൻ്റെ ലൈഫിലേക്ക് എനിക്കൊരു പാർട്ട്ണറിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഇവർക്കാകെ ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോയിനും കൂടെ നേരെ അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വരുന്ന സമയത്ത് തന്നെ ഹീറോ നേരെ അകത്തേക്ക് കയറി പോകുമ്പോൾ ഇവർ പറയുന്നുണ്ട്, മോനെ നീ എന്ത് പണിയായി കാണിച്ചത്? നീ സ്നേഹിക്കുന്നതിൻ്റെ അനിയത്തിയാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടുകൊണ്ട് വരുന്ന ഹീറോയിൻ്റെ തലയിൽ ഇടി വന്ന് വീണതുപോലെ ഉണ്ടായിരുന്നു. അവൾ അപ്പം തന്നെ ഇറങ്ങിപ്പോയിട്ട് ഒളിച്ചോടിപ്പോയ തൻ്റെ അമ്മയാണെന്ന് അതാ വിചാരിച്ചത് കേട്ടോ. ഹീറോയിന് ഇത് കേട്ടുന്നുള്ളത് മനസ്സിലാകുമ്പോൾ തന്നെ ഈ ഹീറോയുടെ അച്ഛനും അമ്മയും നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്, അയ്യോ മോളെ, നീ തെറ്റിദ്ധരിക്കുന്ന പോലെയൊന്നുമല്ല. വർഷങ്ങൾക്ക് മുന്നേ നിന്നോട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആൻറ്റി അങ്കിളിനെ നിനക്കറിയോ? അവരാണ് ഞങ്ങൾ. അന്ന് മുതലേ എന്തോ ഞങ്ങൾക്ക് പെൺമക്കളില്ലാത്തത് കൊണ്ടായിരിക്കാം നിന്നെ എന്തോ ഞങ്ങളുടെ സ്വന്തം മകളെപ്പോലെയാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. സാരമില്ല, ഞങ്ങൾക്ക് എന്തായാലും നിന്നെ നന്നായിട്ട് അറിയാലോ. എൻ്റെ മകന് ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നിധിയാ നീ എന്ന് പറയുന്നത്. ഇനി ഞങ്ങൾക്ക് മരിച്ചാലും വേണ്ടില്ല, കാരണം ഞങ്ങളുടെ 2 മക്കളും ഇപ്പോൾ ഒരുപാട് സന്തോഷവതിയും സന്തോഷവാനുമാണെന്നും അറിയാമെന്നും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 പേരുടെയും കല്യാണം ഫിക്സ് ചെയ്ത് വെഡ്ഡിങ് ഡ്രസ്സിലൊക്കെ നിന്നിട്ട് കല്യാണം കഴിക്കാനായിട്ട് നിൽക്കുന്നതോടുകൂടെ ഈ ഡ്രാമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ട് ഡ്രാമയായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.